നാരായണ നാരായണ നാരായണ. ഓം. ശ്രീമദ്ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം പ്രഥമസ്കന്ധം 9-ാമത്തെ അധ്യായം ഭീഷ്മസ്തുതിയാണ്. ഭീഷ്മർ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞതിൻ്റെ ശേഷം 59 ദിവസം കിടന്നു. അപ്പം അതിൽ 9-ാമത്തെ ദിവസമാണ് ഭീഷ്മർ വീണത്. പിന്നെ 18-ാമത്തെ ദിവസമാണ് യുദ്ധം കഴിയണത്. പിന്നെ ഒരു 50 ദിവസം കിടന്നു. പാണ്ഡവരും കൃഷ്ണനും കുന്തി എല്ലാവരും കൂടിയിട്ട് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരെ ചെന്ന് കാണാൻ, മനസ്സിന് സമാധാനം കിട്ടാൻ, യുധിഷ്ഠിരന് ചില ഉപദേശങ്ങളെ സ്വീകരിക്കാൻ കരുതിക്കൂട്ടി കൃഷ്ണൻ ചെയ്തതായിട്ടൊരു ലീല. ഉത്തരായണം കാത്ത് കിടക്കുകയാണ്. സ്വച്ഛന്ത മൃത്യു ആയതുകൊണ്ട് ഈ ദക്ഷിണായനത്തിൽ മരിച്ചു കഴിഞ്ഞാൽ മുക്തി കിട്ടില്ല, വീണ്ടും ജനിക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉത്തരായണം വരെ കാത്ത് കിടക്കുകയാണ്. അച്ഛനാൽ കൊടുക്കപ്പെട്ടത് അനുസരിക്കുക എന്നതാണ്, അത്രയേ ഉള്ളൂ. ഭീഷ്മർ സദാസമയത്തും ഭഗവാനെ കണ്ണിൽ കണ്ടുകൊണ്ടാണ്, ഉള്ളിലും കാണുന്നുണ്ട്, പുറമേയും കാണുന്നുണ്ട്. അത് സാധാരണക്കാർക്ക് പറ്റില്ല. ശരശയ്യയിൽ കിടക്കുമ്പോൾ വേദന അറിയാതിരിക്കാനുള്ള കാരണം ഉള്ളിലും പുറത്തും ഒരേപോലെ കാണുക. പുറത്ത് നമുക്ക് കാണണമെങ്കിൽ ഒന്നുകിൽ ആളെ കാണണം, അല്ലെങ്കിൽ ബിംബം വെക്കണം. അകത്ത് നമുക്ക് സങ്കല്പിക്കാം. പക്ഷേ ഇവിടെ അകത്തും പുറത്തും ഒരേപോലെ കണ്ടുണ്ട് ഭീഷ്മർ. അപ്പോൾ അങ്ങനെയുള്ള ഭീഷ്മരുടെ അടുത്തേക്കാണ് എല്ലാവരും കൂടി വന്നത്. ഭാരതത്തിൽ 2 പർവ്വത്തോളം അത് ഉപദേശം തന്നെയാണ്. എല്ലാ അർത്ഥത്തിലുള്ള സാമൂഹികമായിട്ടുള്ള നിയമങ്ങളെ മുഴുവൻ ഉപദേശമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഉണ്ടായത്. ദാനധർമ്മം, മോക്ഷധർമ്മം, വർണ്ണാശ്രമധർമ്മം, സ്ത്രീധർമ്മം, ധർമാർത്ഥകാമ മോക്ഷങ്ങളുടെ ഉപായങ്ങൾ, അങ്ങനെ ജീവിതത്തിൽ എന്തൊക്കെയാണോ ശീലമായിട്ട് വരേണ്ടത് അത് മുഴുവൻ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിലോ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിലോ അറിയില്ല, ഏതായാലും മുഴുവൻ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് സഹസ്രനാമം ജപിച്ചുകൊണ്ട് ഭീഷ്മർ മുക്തി പ്രാപിച്ചു. കൃഷ്ണനെ കണ്ടുകൊണ്ട്, കൃഷ്ണനെ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട്, കൃഷ്ണനെ സഹസ്രനാമം കേൾപ്പിച്ചുകൊണ്ട്. യഥാർത്ഥത്തിലുള്ള മുക്തി ഇങ്ങനെയാണ് വേണ്ടത്. അതും ബന്ധുക്കളൊക്കെ എന്നെ നോക്കി നിൽക്കണു, തനിക്കാരുമില്ല, കല്യാണം കഴിച്ചിട്ടില്ല, കുട്ടികളില്ല, പിതാമഹനായതുകൊണ്ട് താഴെയുള്ളൂ എല്ലാവരും. ആ താഴെയുള്ളവർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവരും അവിടെ എത്തി. ആരും ഇല്ലെങ്കിലും എല്ലാവരും ബന്ധുക്കളാണ് എന്ന് കാണിച്ചു അവിടെ. അപ്പം അതും ഭീഷ്മരുടെ ഒരു പ്രത്യേകത. യഥാർത്ഥത്തിലുള്ള സന്യാസം ഭീഷ്മരുടെ സന്യാസമാണ് എന്ന് ആചാര്യന്മാർ സ്മരിക്കാറുണ്ട്. ഒരു വേഷം കെട്ടുമില്ല. അച്ഛൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ട് താൻ സ്വയം വിവാഹത്തെ ഉപേക്ഷിച്ചു. അച്ഛൻ്റെ പരമ്പരയ്ക്ക് രാജ്യം കിട്ടാൻ വേണ്ടിയിട്ട് രാജാവാകില്ല എന്ന് പ്രതിജ്ഞ ചെയ്തു. എന്നാൽ രാജാവിനെ സഹായിക്കാൻ അത് നിർബന്ധം വന്നു. അങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്തു. ഈ ഹസ്തിനപുരം ആര് ഭരിക്കണോ ആ രാജാവിനെ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ സഹായിച്ചോളാം, ഹസ്തിനപുര രാജാവിനെ ഞാൻ രക്ഷിച്ചോളാം. ഇത് 3-ാമത്തെ പ്രതിജ്ഞയാണ്. അത് ആദ്യമല്ല ചെയ്തത് എന്നുള്ളതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ചെയ്തത്. അപ്പോൾ എന്താ വെച്ചാൽ അത് കൂടെ വന്നില്ല. ശരിക്കും അതും കൂടി കൂട്ടി പറയണം. അതല്ല വെച്ചാൽ സന്യാസിയായ അദ്ദേഹത്തിന് വേണമെങ്കിൽ മറ്റെവിടേക്കാച്ചാൽ പോവാം. കുട്ടികളുടെ വിദ്യാഭ്യാസം മുതൽ സകല കാര്യങ്ങളും തനിക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നിട്ടും ദ്രോണരെ വിളിച്ചു വരുത്തി ദ്രോണരെ കൊണ്ടാണ് ചെയ്യിച്ചത്. കൃപർ അവിടെ ഉണ്ട്, കൃപരെ കൊണ്ടല്ല ചെയ്യിച്ചത്. അതേപോലെ ഒരു
നയം അത് തെറ്റാണെങ്കിൽ, രാജ്യശാസനം തെറ്റാണെങ്കിൽ നിയന്ത്രിക്കാനുള്ള അധികാരം അച്ഛൻ കൊടുത്തിട്ടുണ്ട്. ശന്തനു മഹാരാജാവ് കൊടുത്തിട്ടുണ്ട്. ഗംഗാപുത്രനാണ്. പക്ഷേ ചെയ്തില്ല. പ്രതിജ്ഞാബദ്ധമായിട്ട് നിന്നു. കാരണം അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് തനിക്ക് റിട്ടേൺ വരും. കർമ്മത്തിന് ഫലമുണ്ട്. ആ കർമ്മത്തിന് ഫലം വരും. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടാച്ചു. ഭരിക്കുന്നവരുടെ തെറ്റും ശരിയും ഞാൻ നോക്കില്ല. രാജാവിനെ രക്ഷിക്കുന്നു മാത്രമേ ഉള്ളൂ. എൻ്റെ ജീവിതകാലം അത്രയേ ഉള്ളൂ. എനിക്ക് പറ്റുന്നവരെ. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറഞ്ഞു കൊടുക്കും. അത് നല്ല മാർഗ്ഗമായിരിക്കും ചെയ്യും. ഒപ്പം വിതുരനുമുണ്ട്. ഇവിടെ പ്രതിജ്ഞ എന്ന നിലയ്ക്ക് അധികാരമില്ലാണ്ടായി. മന്ത്രി ആയിട്ട് നിന്ന വിതുരന് ശൂദ്രസ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവിടെയും അധികാരമില്ലാണ്ടായി. നല്ലതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ദ്രോണരെ പോലെയും ധൗമ്യനെ പോലെയും കൃപരെ പോലെയും അതിപണ്ഡിതന്മാർ, സാധാരണക്കാരല്ല, അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട് അവരുടെ പാണ്ഡിത്യത്തിന്. അത് മുഴുവൻ ഉണ്ടായിട്ടും ഈ ധൃതരാഷ്ട്രക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ധാർമ്മികമായിട്ട് ചെയ്യാൻ സാധിച്ചില്ല. എന്താ കാരണം? കലിദ്വാപരന്മാരായിട്ടുള്ള ദുര്യോധനനും ശകുനിയും. ശകുനി ദ്വാപരനാണ്, കലി ദുര്യോധനനാണ്. സാഹചര്യങ്ങൾ ഇങ്ങനെ വരും എന്ന് യുധിഷ്ഠിര മഹാരാജാവിനോട്, പാണ്ഡവന്മാരോട്, കുന്തിയോട് കൃഷ്ണൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടും നിങ്ങൾക്ക് ആപത്ത് മാത്രമല്ലേ കിട്ടിയുള്ളൂ. നിങ്ങൾ ഈ കൃഷ്ണൻ്റെ ഒപ്പം നടന്നിട്ട് കൃഷ്ണൻ നിങ്ങൾക്ക് സേവനം ചെയ്യാനുണ്ടായത്. ദൂതനായിട്ടും സൂതനായിട്ടും സുഹൃത്തായിട്ടും ബന്ധുവായിട്ടും. പക്ഷേ ഈശ്വരഭാവത്തെ മറച്ചു ഭഗവാൻ. നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ സന്ദർഭങ്ങളും ഉണ്ടായിട്ടും നിങ്ങൾ അങ്ങനെ കണക്കാക്കിയില്ല. ഭഗവാന്റെ ലീലാരഹസ്യം വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ. നാരദ മഹർഷിക്കും കപിലമൂർത്തിക്കും ശിവനും അറിയുമായിരിക്കാം, അത്രയേ ഉള്ളൂ. ബാക്കി ആർക്കും അറിയില്ല. അങ്ങനെയുള്ള ആ ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഈ ധർമ്മങ്ങളെ മുഴുവൻ, സനാതന ധർമ്മങ്ങളെ മുഴുവൻ പറഞ്ഞു കൊടുത്ത് തനിക്കും അർജുനൻ്റെ സൂതനായ പോലെ തൻ്റെയും സൂതനാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്രപഞ്ചവുമായിട്ട് യാതൊരു ബന്ധവും ദേഹത്തിനോ മനസ്സിനോ ഇല്ലാത്ത രീതിയിൽ സ്വയമേവ മുക്തനായതിൻ്റെ ശേഷമാണ് ഭഗവാനെ ആശ്രയിക്കുന്നത്. അപ്പോൾ ആ മുക്തിക്ക് പ്രാധാന്യം വന്നു. അതുകൊണ്ട് ഭീഷ്മമുക്തി പ്രദായകൻ എന്ന കൃഷ്ണന് പേരും വന്നു. ആ രംഗത്തെ നമുക്കൊന്ന് ഈ അധ്യായത്തിലൂടെ കേൾക്കാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം നാരായണ. ഓം. ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം പ്രഥമസ്കന്ധം അധ്യായം 9. ഓം. ധർമ്മസ്വരൂപമറിയാൻ യുധിഷ്ഠിരൻ സോദരരൊത്തു കുരുക്ഷേത്രം തന്നിലായി കണ്ടു. ശരശയ്യയിൽ വാഴും ഭീഷ്മരെ പാദത്തിൽ വീണു സകലരും വിപ്രരും. കൃഷ്ണൻ വരുന്നതറിഞ്ഞു സുരർ ഋഷി വിപ്രരും പൗരരുമൊക്കെ എത്തി. തഥാ ഭക്തവാത്സല്യത്തെ കാണാൻ കൊതിച്ചവർ ഭക്തരായി കൃഷ്ണൻ്റെ ഭക്തൻ്റെ ദാസരായി. പർവതൻ നാരദൻ വ്യാസനും ധൗമ്യനും ഗൗതമൻ അത്രി വസിഷ്ഠൻ ശുകൻ ത്രിതൻ എത്തി. ഭരദ്വാജൻ തൊട്ടുള്ള ശ്രേഷ്ഠരും ഭീഷ്മമുക്തി നേരിൽ കാണുവാനുത്സുകർ. ഭീഷ്മർ നമിച്ചു മനസാ കൃതാർത്ഥനായി. ശ്രീകൃഷ്ണ ബ്രഹ്മഭാവത്തെ അറിയുകയാൽ കൃഷ്ണനെ ഹൃത്തിയിലിരുത്തി പൂജിച്ചുടൻ മാനസ പൂജയെ ഏറ്റു ഹരിമുദാം. പാണ്ഡുസുതരെ അനുഗ്രഹിച്ചു ഭീഷ്മർ ധർമ്മിഷ്ഠരോടോതി കൃഷ്ണ മഹിമയെ. കൃഷ്ണനും ധർമ്മവും കൂടെയുണ്ടെങ്കിലും ആപത്തധികം ഭുജിക്കുന്നു നിങ്ങളാൽ. നിങ്ങളെ പോറ്റാനീ കുന്തി സഹിച്ചത് ദുഃഖങ്ങൾ കാലത്താൽ വന്നു ഭവിച്ചവ. ഈരേഴു ലോകം ഭരിക്കുന്ന കൃഷ്ണൻ്റെ ലീലാവിലാസമീ കഷ്ടവും ദുഃഖവും. ലോകപാലർ സ്വന്തം ജോലി ചെയ്യുന്നത് കൃഷ്ണനെ പേടിച്ചിട്ടാണല്ലോ കേവലം.
ദേവാംശജർ നിങ്ങൾ പാണ്ഡവർ കൃഷ്ണൻ്റെ ഇഷ്ടരാണെങ്കിലും തിന്നുന്നു ദുഃഖവും. ദുഃഖത്താൽ മാത്രം മതം നശിക്കും ഭുവി ഭക്തനായിത്തീരുന്നു ദുഃഖിതൻ സർവഥാ. ദുഃഖം ഭഗവത് പ്രസാദമായി തിന്നണം പ്രാരബ്ധം തീരുവാൻ സംസാരം താണ്ടുവാൻ. ഒരു സൂത്രത്തിൽ അവിടെ ഒരു കാര്യം പറഞ്ഞെടുക്കുകയാണ് വ്യാസൻ. ജീവിതത്തിൽ ദുഃഖമില്ലാത്തവർ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഈ ദുഃഖം തരുന്നത് പ്രാരബ്ധം തീർക്കാൻ എന്ന് മാത്രമേ ഉള്ളൂ സാധാരണ പറയാറ്. പക്ഷേ അഹങ്കാരങ്ങളില്ലാതെയാവാൻ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ എന്തെങ്കിലും ഒരു വിഷമത്തെ തരും. ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനമില്ലാത്തൊരവസ്ഥ, അവമാനം, ഇങ്ങനെ പലതരത്തിൽ നമ്മളെ പരീക്ഷിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടേതായിട്ടുള്ള എന്തൊക്കെയോ ചിലത് നമുക്ക് അഹങ്കാരം ഉണ്ടാക്കും. ഈ അഹങ്കാരത്തെ ഇല്ലാണ്ടേക്കാൻ. അങ്ങനെ അഹങ്കാരത്തെ ഇല്ലാതെയായ ആളാണ് ഭീഷ്മർ. ഭീഷ്മരുടെ മുക്തി, ഭീഷ്മർ മഹാഭക്തനാണ്. അഷ്ടദിക്പാലകരിലെ ദ്യോവാണ് ഭീഷ്മർ. അതിലേറ്റവും പ്രധാനിയാണ്. ദേവന്മാർക്ക് സ്വതേ ഭക്തിയില്ല, പക്ഷേ അഷ്ടവസുക്കൾക്ക് ഭക്തിയുണ്ട്. ഈ അഷ്ടവസുവിൽപ്പെട്ടതായിട്ടുള്ള ഒരാളാണ് ഭീഷ്മർ. അതുകൊണ്ട് അതിലേറ്റവും പ്രധാനിയാണ്. ഭഗവാന്റെ ഭക്തവാത്സല്യത്തിനാണോ കൂടുതൽ ഘനമുള്ളത്, അതോ ഭീഷ്മരെ പോലെയുള്ള ഭക്തൻ്റെ ഭഗവാനോടുള്ള ആ ഭക്തിയാണോ കൂടുതൽ ഘനം? ഇതറിയാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാ ഋഷിമാരും വന്നു എന്നാണ്. രാജർഷി, ബ്രഹ്മർഷി, ദേവർഷി. ഇതിൽ പേരുകൾ കുറച്ചധികം പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുഴുവൻ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. പർവ്വതോ നാരദോ ധൗമ്യോ ഭഗവാൻ ബാദരായണ ബൃഹദശ്വോ ഭരദ്വാജ സശിഷ്യോ രേണുകാസുതാം. അപ്പോൾ പരശുരാമൻ ഉൾപ്പെടെയുള്ള ഈ മഹർഷിമാർക്കൊക്കെ 10,000 ശിഷ്യന്മാരുണ്ട്. അവരൊക്കെ വന്നിട്ടുണ്ട് അവിടെ. അതേപോലെ വസിഷ്ഠ ഇന്ദ്ര പ്രമദ സ്ത്രിതോ ഗൃത്സമദോസിത കക്ഷീവാൻ ഗൗതമോ ത്രിശ്ച കൗശികോധ സുദർശന അന്യേച്ച മുനയോ ബ്രഹ്മൻ. മറ്റുള്ളവരും രാജർഷി, ബ്രഹ്മർഷി, ദേവർഷി, അതല്ലാതെ കണ്ട് മറ്റുള്ള മുനികളും. ഇപ്പോൾ ഈ മഹർഷികളെയൊക്കെ പറഞ്ഞല്ലോ, അവരെല്ലാവരും ശിഷ്യൈരുപേതോ ആജഗ്മു. എല്ലാവരും ശിഷ്യന്മാരോട് കൂടിയിട്ടാണ് വന്നത്. കശ്യപ അങ്കിരസാദയ. ഇപ്പോൾ എത്ര മഹർഷിമാരുടെ പേരാ പറയേണ്ടത് നിശ്ചയില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് എല്ലാവരുടെയും കൂടി ഒരുമിച്ച് അങ്ങോട്ട് പറഞ്ഞു. എന്താ കാരണം? ഭീഷ്മമുക്തി കാണുവാൻ വേണ്ടിയിട്ട്. ജീവിതത്തിൽ ദുഃഖം മാത്രമേ ഭീഷ്മർ അനുഭവിച്ചിട്ടുള്ളൂ, സംഘർഷം. അത് ഭീഷ്മർക്ക് ദുഃഖമായിട്ട് തോന്നിയില്ല, നമുക്ക് ദുഃഖമായിട്ട് തോന്നുകയും ചെയ്തു. വല്ലാത്തൊരനുഭവമാണ്. എന്താ കാരണം? ഭീഷ്മർ അതിൻ്റെയും മുകളിലാണ് ഭീഷ്മരുടെ സ്ഥാനം. അതുകൊണ്ടാണ്. കാരണം ദേഹബോധം പോലും ഇല്ല. അങ്ങനെയാണ്. പാണ്ഡവരോട് ഉപദേശിക്കുകയാണ്. എന്താ ഉപദേശിക്കുന്നത്? പാവകളാണു നാം കർമ്മം നിമിത്തവും നാഥനാകേണം പ്രജകൾക്കു ധാർമ്മികം. ക്ഷാത്രധർമ്മം ചെയ്യൂ നിസ്വാർത്ഥമായി സ്ഥിരം ശ്രീകൃഷ്ണ സേവയ്ക്കായി ചെയ്യാം സ്വധർമ്മമായി. എല്ലാവർക്കും ഇതന്നെ ഉപദേശം. അവനവൻ്റെ വർണ്ണാശ്രമധർമ്മങ്ങളെ യഥാവിധി പാലിക്കുക. അത് മുഴുവൻ ഭഗവത് അർപ്പിതമായിട്ട് ചെയ്യുക. ബ്രഹ്മാദികൾക്കും അറിയാത്ത പുരുഷൻ യാദവനായി ഭൂമി ഭാരത്തെ തീർത്തതും നിങ്ങൾക്കു ബന്ധുവായി ലോകഹിതങ്കരൻ മിത്രം സുഹൃത് മന്ത്രി ദൂതനായി സൂതനായി. നാരദൻ ശംഭു അറിയും കപിലനും നാരായണലീല കൃഷ്ണരഹസ്യവും സർവാത്മാ സ്വീകരിച്ച അഗ്രാസന പൂജ രാജസൂയം തന്നിൽ ദ്വന്ദ്വമില്ലാതെയും. ഇപ്പോൾ അവിടെ രാജസൂയ യാഗം നടക്കുന്ന സമയത്ത് ഭഗവാന്റെ ലീലകൾ അവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. കാലി കഴുകിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ കൃഷ്ണൻ ചെയ്യണം. മഹാഋഷികളുടെ ഊണ് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ആ ഇച്ചിലില അത് ഭഗവാൻ എടുത്തു കൊണ്ടുപോകണം. അതേ ഭഗവാൻ തന്നെ ബ്രാഹ്മണരെ സ്തുതിക്കുന്നു. രാജസൂയത്തിൽ അഗ്രാസന പൂജ എന്നുള്ളതുകൊണ്ട് അത് ഭഗവാൻ സ്വീകരിക്കണം. അപ്പോൾ ഈ ബ്രാഹ്മണരും ഈ രാജാക്കന്മാരും എല്ലാവരും ഒരേപോലെ ഭഗവാനെ അങ്ങോട്ട് സ്തുതിക്കണം. ഭഗവാൻ എല്ലാ ഭാവവും ഒരേപോലെയാണ്.
ശിശുപാലനെ പോലുള്ള ഒരാൾക്ക് സാധാരണഗതിയിൽ മറ്റൊരാളാൽ പരാജയമില്ല. എല്ലാവരും കൂടിയിട്ട് യുദ്ധത്തിന് എഴുന്നേറ്റ് നിന്നു കൃഷ്ണനെ 100 അപരാധം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. അവരെല്ലാവരും തടുത്തുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു, ഇത് ഞാൻ നോക്കിക്കോളാം. അവിടെ രാജസൂയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഗമാണ്. യാഗം മംഗളമാണ്. മംഗള കാര്യം ചെയ്യണ സമയത്ത് ഈ മറ്റു രാജാക്കന്മാരെ ജയിക്കലും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുന്നേ നടന്നതാണ്. ശിശുപാലൻ ബന്ധുവാണ്. അപ്പോൾ പുറമേ ഇത് ചെയ്യാം, വിരോധമില്ല. അത് കഴിഞ്ഞിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇവിടെ മംഗളം നടക്കുമ്പോൾ ഒരു വധം പാടില്ല. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? സുദർശന ചക്രം കൊണ്ട് ഈ ശിശുപാലൻ്റെ ശിരസ് ഭേദിച്ചതിൻ്റെ ശേഷം എല്ലാവരും കാണെ പ്രത്യക്ഷ മുക്തി കൊടുത്തു. ജീവൻ്റെ ആ തേജസ് ഭഗവാങ്കൽ ലയിക്കുന്നത് എല്ലാവരും കണ്ടു. അവിടെ അമംഗളം മംഗളമായിട്ട് മാറി. യാഗം നന്നായിട്ട് അത് പൂർത്തീകരിക്കുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എന്താ ചെയ്യുക? യജമാനനെ എല്ലാവരും പുകഴ്ത്തും. ഇവിടെ അങ്ങനെയല്ല. സ്വീകരിച്ചതായിട്ടുള്ള കൃഷ്ണനെയും ഒപ്പം പുകഴ്ത്തി. ഭഗവാൻ എന്ത് ചെയ്തു? തുല്യത കൊടുത്തു എന്നാ. യുധിഷ്ഠിരന് തൻ്റെ തുല്യത കൊടുത്തു എന്നാ. സാധാരണ ഒരു ദേവത ചെയ്യാത്ത പണിയാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയോ എന്ന് ചോദിക്കുകയാണ് ഭീഷ്മർ. കാരണം ഭീഷ്മർ ഈശ്വരനായിക്കൊണ്ട് ഈശ്വരത്വത്തെ മറച്ചുകൊണ്ട്, ധർമ്മപുത്ര ഈശ്വരനല്ലായിട്ടല്ല, പക്ഷേ ആ ഈശ്വരത്വമൊന്നുമില്ല അവിടെ. കൃഷ്ണനും ഈ പിതാമഹനായിട്ടുള്ള ഭീഷ്മർക്കും അതുണ്ട്. ഭീഷ്മരെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ടാണ് സേനാനായകനായിട്ട് ദുര്യോധനൻ ഈ ഭീഷ്മരെ നിർത്തിയത്. അപ്പോൾ അതിന് സൂത്രം കണ്ടു. അതാണ്. അങ്ങനെയുള്ള കൃഷ്ണനെ നിങ്ങൾക്ക് മനസ്സിലായില്ല, അതാണ് ലീലാരഹസ്യം നിങ്ങൾ മനസ്സിലായോ എന്ന് ചോദിച്ചതേ. ഭക്തർക്കു മുന്നിൽ സമനില തെറ്റിടും, ഇഷ്ടൻ അനിഷ്ടൻ സമാധിക്കുന്നില്ലിത്, പ്രാപഞ്ചികങ്ങളെ വേണ്ടാത്ത ഭക്തനിൽ കാരുണ്യവാത്സല്യം കാട്ടും മഹാമതി. ഭക്തന്മാർക്ക് മുമ്പിൽ മാത്രമേ ഭഗവാൻ തോൽക്കുള്ളൂ. ഞാൻ ഭക്തനായിരുന്നു, ഭീഷ്മർ പറയാ, എൻ്റെ മുമ്പിൽ ഭഗവാൻ തോറ്റിരിക്കണു. ഭാരത യുദ്ധത്തിന് മുന്നേ ആയുധം എടുക്കില്ല എന്ന് കൃഷ്ണൻ പറഞ്ഞത്. ആയുധം എടുപ്പിക്കുന്ന ഭീഷ്മരും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആയുധം എടുത്തു അർജുനനും ഭീഷ്മരുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഭക്തൻ്റെ മൂല്യം, വില, അത് തന്നേക്കാൾ മീതയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ബ്രാഹ്മണർ എൻ്റെ മീതാ സ്ഥാനമെന്ന്. ബ്രാഹ്മണരെന്നുള്ളതിൻ്റെ അർത്ഥം ഭക്തരെന്ന് കൂട്ടിയാൽ മതി. ഭക്തരൊക്കെ ബ്രാഹ്മണരായിട്ട് തന്നെ വരിക. ആണും പെണ്ണൊന്നും ഇല്ല. കുട്ടി പ്രായം കൂടിയ ആൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ എന്നുടേ ചാരെ വന്നെത്തുമോ മൃത്യുവേ കാത്തു കിടക്കുമ്പോൾ ശ്രീഹരി, നാമം ജപിച്ച് ശരീരം ത്യജിക്കുന്ന ഉത്തമൻ്റെ കർമ്മവാസന തീർത്തിടും. ഞാൻ എന്നെ ഇപ്പോൾ ലയിപ്പിക്കും കൃഷ്ണനിൽ സ്വച്ഛന്ത മൃത്യു വരം അച്ഛൻ നൽകയാൽ, വീണ്ടും ഒരു ജന്മം വേണ്ടാത്ത രീതിയിൽ ആകുവാൻ കൃഷ്ണനൊത്തെല്ലാരും നിൽക്കണം. ഇങ്ങനെ കേട്ടപ്പോൾ ചൊല്ലി യുധിഷ്ഠിരൻ, ധർമ്മസ്വരൂപം പറയൂ പിതാമഹ. ധന്യനായി ഭീഷ്മർ പറഞ്ഞു സനാതനം, മാനുഷധർമ്മം അനുഷ്ഠാനം കർമ്മവും, വർണ്ണാശ്രമധർമ്മം സ്ത്രീധർമ്മം മോക്ഷവും, ധർമാർത്ഥകാമവും ചൊല്ലി പിതാമഹൻ. ഏറ്റവും ഉത്കൃഷ്ടം ഭാഗവത മതം, വിഷ്ണുവിൻ നാമങ്ങൾ ചൊല്ലി സഹസ്രവും. മാനസപുഷ്പങ്ങൾ അർപ്പിച്ചു കൃഷ്ണന്, നാമത്തിൽ നാമിയെ കണ്ടു മഹാരഥൻ. മാലയാക്കി മന്ത്രമാദ്യമായി ശ്രേഷ്ഠമായി അർപ്പിച്ചു തന്നെയും മൂവിധ കർമ്മവും. അപ്പോൾ അവിടെ ഉപദേശം കൊടുത്തതൊക്കെ പാണ്ഡവർക്കാണെങ്കിലും താൻ പറഞ്ഞതൊക്കെ ശരിയല്ലേ എന്ന് കൃഷ്ണനോട് ചോദിക്കുന്ന രീതിയിലാണ് ഉപദേശം. ഭാരതത്തിൽ അങ്ങനെയല്ലെങ്കിലും ഇവിടെ അങ്ങനെയാണ്. ഇവിടെ ചേരാൻ പോവുകയാണ്, ഞാനും ഭഗവാനും കൂടിയിട്ട് ചേരാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോഴാണ് പിതാമഹ, മുത്തശ്ശ എനിക്ക് ചില സംശയങ്ങളുണ്ട്, അതൊന്ന് തീർത്തു തരണം എന്ന് പറഞ്ഞപ്പോൾ വർണ്ണാശ്രമധർമ്മങ്ങൾ, സനാതനധർമ്മങ്ങൾ, സ്ത്രീധർമ്മങ്ങൾ എല്ലാം പറഞ്ഞു കൊടുത്തു. അതിൽ രാജശാസനം കുറച്ചധികം.
വിഗ്രഹം, സന്ധി, ആസനം, യാഗം, ദ്വൈതം, ആശ്രയം എന്ന് രാജശാസനങ്ങൾ 6 ഉണ്ട്. അത് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. പിന്നെ വേദത്തിൻ്റെ ഉഭയലക്ഷണങ്ങളോട് കൂടിയിട്ട് വേദവിധി ചെയ്യുമ്പോൾ അതിന് ഗുണവും ദോഷവും ഉണ്ട്. ഗുണപരമായിട്ട് മാത്രമേ ചെയ്യാവൂ, ലോകഹിതങ്കരമായിട്ട് ചെയ്യാവൂ. അത് പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുത്തു. അതേപോലെ ഈ ധർമാർത്ഥകാമ മോക്ഷങ്ങൾ അതിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ചില ഉപായങ്ങളുണ്ട്. ആ ഉപായങ്ങളും കൂടി പറഞ്ഞു കൊടുത്തു. ഉപായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടം, ഉപായം എന്ന് വെച്ചാൽ സൂത്രവഴികൾ, അതും കൂടി പറഞ്ഞു കൊടുത്തു. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് ലോകത്തിന് അഹിതമായിട്ട് വന്നു വെച്ചാലോ, സ്വാർത്ഥം കടന്നുകൂടിയാൽ കുടുങ്ങി, തിന്മ കടന്നുകൂടിയാൽ കുടുങ്ങി. ഇപ്പോൾ ഭഗവാൻ ശിശുപാലനെ വധിച്ചപ്പോൾ അതിൽ അപായമില്ല, അതിൽ തിന്മയില്ല, ഭഗവാനൊരു സ്വാർത്ഥമില്ല, അതിൽ യാഗം കളങ്കപ്പെട്ടില്ല. അതേപോലെ മുക്തി കൊടുത്തത് കൊണ്ട് ശിശുപാലാദികൾക്കും അതിന് അലോഗ്യമില്ല. അതാണ്. അപ്പോൾ അതിൻ്റെ ഉപായം, അപായം, ഉഭയം, വേദത്തിന് 2 വഴിയുണ്ട്. അപ്പോൾ ഈ ഇഹ കിട്ടാൻ വേണ്ടിയിട്ട് സൂത്രവഴികൾ പലതും ചെയ്താൽ അത് പ്രാരബ്ധമായിട്ട് വരും, മുക്തി കിട്ടില്ല. അപ്പോൾ അതങ്ങനെ അല്ലാതെ കൊണ്ട് വേണം എന്നതാണ് അത് പറഞ്ഞു കൊടുത്തു. അതാണ്. പിന്നെ തന്നെ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ശരീരം അത് വിരാട്ടായിട്ടുള്ള ഭഗവാനിൽ ലയിപ്പിച്ചു. ഈ ജീവാത്മാവിനെ ഭഗവാങ്കൽ ലയിപ്പിച്ചു. ഇപ്പോൾ 2നും 2 ലയ. അതുകൊണ്ടാണ് മാനസപുഷ്പാഞ്ജലി ചെയ്തു എന്ന് പറഞ്ഞത്. ഒടുക്കം മനസ്സും ഈ ദേഹവും ഇന്ദ്രിയങ്ങളും സപ്തധാതുക്കളെ നിർമ്മിച്ചതായിട്ടുള്ള ഈ ശരീരവും ഒക്കെ പഞ്ചഭൂതാത്മകമാണ്. 24 തത്വങ്ങളോട് കൂടി വന്നതാണ്. 16 കലകളുടെ അംശങ്ങളായിട്ട് വന്നതാണ്. അപ്പോൾ ആ മാനസപുഷ്പാഞ്ജലി, അത് മാനസപൂജ അത് ചെയ്തു. അപ്പം അപാത്മാ ജലം കൽപ്യാമി, ഇല്ലം പൃഥ്വിയാത്മാ ഗന്ധം കൽപ്യാമി, അഹം ആകാശാത്മാ പുഷ്പം കൽപ്യാമി, യം വായുവാത്മാ ധൂപം കൽപ്യാമി, രം അഗ്നിയാത്മാ ദീപം കൽപ്യാമി, ഇഷ്ടം അമൃതാത്മാ നിവേദ്യം കൽപ്യാമി, ഇഷ്ടം അമൃതീഭവ. അതിനൊക്കെ അർത്ഥങ്ങളുണ്ട്. ഓരോ വാക്കുകൾക്കും ബീജാക്ഷരങ്ങൾക്കൊക്കെ അർത്ഥമുണ്ട്. അത് പഞ്ചഭൂതാത്മകമാണ് ഈ ബീജാക്ഷരങ്ങൾ. അതേപോലെ ഠകാരം കാല എന്ന അർത്ഥം, നടക്കാൻ കാല് വേണേ. അവിടെ ഈ നടപ്പിലല്ല ഉദ്ദേശിച്ചത്, ജീവിതമാകുന്ന യാത്ര എന്നാണ്. അത് മുഴുവൻ ഇതാ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. തൃഷ്ണ വിതൃഷ്ണ മുഴുവൻ ഒഴിവാക്കി, സകല ചീത്തകളും 36 ചീത്തകളും ഒഴിവാക്കി, ഇന്ദ്രിയങ്ങളിലൂടെ വരിക. അപ്പോൾ അത് മുഴുവൻ ഒഴിവാക്കിയപ്പോൾ രക്ഷപ്പെട്ടു പ്രാപഞ്ചികം. പിന്നെ പറയാണ്, അന്ത്യകാലത്തിത് ഭീഷ്മരെ പോലാരും തന്നെ സമർപ്പിച്ച് ചൊല്ലിയില്ല ഋഷേ, ചൊല്ലിയാൽ മുക്തി ഉറപ്പായി നൽകിടും, കേട്ടാലും എത്തിടും വൈകുണ്ഠം തന്നിലായി. ദേവപകലുത്തരായണമെത്തവേ സ്വച്ഛന്ത മൃത്യുവായി, താതൻ്റെ അനുഗ്രഹം സാധിച്ചു ശുക്ലാഷ്ടമി ദിനം കൃഷ്ണനെ പൂർണ്ണനായി കണ്ടു ഹൃദി മുന്നിൽ ഭാഗ്യവാൻ. ഇപ്പോൾ എല്ലാവരും നോക്കി നിൽക്കുകയാണ്. ശ്രീശുഖബ്രഹ്മർഷി പരീക്ഷിത് രാജാവിനോട് പറയുകയാണ്. അവിടെ രാജർഷിയാണ് പരീക്ഷിത് രാജാവ്, അതുകൊണ്ട് ഋഷേ എന്ന് വിളിച്ചുകൊണ്ടാണ്. ഇതിലും പുതിയതായിട്ടുള്ളൊരു അർത്ഥമുണ്ട്, അത് കണ്ടോളൂ കേട്ടോളൂ എന്നാണ്. ശുക്ല അഷ്ടമിക്കാണ് ആ ദിവ്യദേഹത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഭഗവാങ്കൽ ലയിച്ചത്. വളരെ ഭാഗ്യത്തോടു കൂടിയിട്ടാണ് നടത്തുക. ഉത്തരായണം അതേപോലെ ദേവന്മാരുടെ പകൽ എന്നുള്ള നിലയ്ക്ക് പിന്നെ പ്രഭാതത്തിലാണ്, ആദ്യത്തെ വന്ദനം കഴിഞ്ഞാലുള്ള സമയത്താണത്രേ ചെന്നത്. അപ്പോൾ പിന്നെ എല്ലാവരും വളരെയധികം നന്നായിട്ട് സ്വീകരിച്ചു എന്നാണ് ദേവലോകത്തിലുള്ള എല്ലാവരും. ആ ഭീഷ്മരുടെ കൃഷ്ണനെയുള്ള സ്തുതി അർജുനൻ്റെ സൂതനായിട്ട് നിന്ന ആ പാർത്ഥസാരഥി എൻ്റെ ഹൃദയത്തിൽ വിളങ്ങണേ എന്നാണ്. നമുക്കൊക്കെയും വേണ്ടത് അതാണ്. നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുശാധിമാം യഥാത്വച്ചരണാംഭോജേരതി സ്യാദനപായിനി. പ്രപന്നം അതായത് നമസ്കരിക്കുക, അനന്യ ശരണാഗതിയോട് കൂടിയിട്ട് ഭഗവാനെ ആശ്രയിക്കുക. അങ്ങനെയുള്ള ഭാവത്തിൽ
ഭഗവാൻ ഭക്തന് കൊടുക്കുന്നതായിട്ടുള്ള ഒരു അനുഗ്രഹമാണ് അനുശാധി. ശാസന ചെയ്യുക. നിങ്ങൾ അത് ചെയ്യൂ, ഇത് ചെയ്യരുത്, അങ്ങോട്ട് പോകൂ, ഇങ്ങോട്ട് പോകരുത്. ഓരോ കാര്യങ്ങളിലും നമ്മളോട് നിർദ്ദേശം തരികയാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണം. ഭഗവാനോട് അത് ചോദിക്കട്ടെ. പഴഞ്ചൊല്ലുണ്ടല്ലോ, തൂണിനോട് ചോദിച്ചിട്ടേ ആരുമില്ലാച്ച തൂണിനോടെങ്കിലും ചോദിക്കൂ എന്ന് പറയില്ലേ. അപ്പോൾ ഈ അത്താണിയായിട്ട് ഈ ഭഗവാൻ നമ്മളെ ഏറ്റിക്കൊണ്ട് നടക്കും. എന്നിട്ട് എല്ലാ സമയത്തും ഉപദേശം തരും. അതാണ്. അപ്പോൾ ഈ അനുശാധിത്വം, ശാസന സദാസമയത്തും നമുക്ക് തരാൻ ഒരാളുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഒരു തെറ്റും ഒരു സന്ദർഭത്തിലും ചെയ്യില്ല. ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടം വന്നാലും വിഷയമില്ല, തെറ്റ് ചെയ്യില്ല. അപ്പോൾ ആ ധർമ്മബോധത്തെ ഭഗവാനാൽ ഇപ്രകാരത്തിൽ അനുഗ്രഹിച്ച് കിട്ടും എന്നുള്ളത് ഉറപ്പാക്കിയിട്ടാണ് ഈ സ്തുതി. ഭഗവാനെ അങ്ങോട്ട് ആവാഹിക്കുകയാണ് അതിൻ്റെ മാക്സിമത്തിൽ, സമ്പൂർണ്ണ സമർപ്പണം ചെയ്തിട്ട്. അതിന് ശേഷമാണ് അർജുന സാരഥിയായിട്ട് കാണുന്നത്. എന്നിട്ട് ലയിക്കണം. കുറച്ച് ലീലകളെ സ്മരിക്കണം. മലയാളം ആയതുകൊണ്ട് കേൾക്കാം. ഭീഷ്മസ്തുതി. ഓം ലോകത്തെ വിട്ടു മനം ശുദ്ധമാക്കിയും കാരുണ്യനേത്രനെ കണ്ടു പുളകിതൻ ഇന്ദ്രിയങ്ങൾ കൂമ്പി കാമങ്ങൾ വിട്ടുപോയി ആത്മസുഖിയായിട്ടാനന്ദമഗ്നനായി സൃഷ്ടിസ്ഥിതി ലയം ചെയ്യും വിനോദമായി വിഷ്ണു അവതാരമിപ്പോൾ ശ്രീകൃഷ്ണനായി യാദവൻ പാർത്ഥൻ്റെ സാരഥി കൃഷ്ണനിൽ ശ്യാമളനിൽ എൻ്റെ ചിത്തമുറയ്ക്കണേ മൂലോകസുന്ദരൻ മഞ്ഞ വസനനായി നെറ്റിയിൽ പാറും ചുരുൾമുടി ശോഭയും പത്മമുഖൻ പത്മനേത്രൻ കിരീടിതൻ സൂതനീലെൻ്റെ മനമുറയ്ക്കേണമേ യുദ്ധനേരം തനു മുങ്ങി വിയർപ്പിനാൽ അശ്വകുളമ്പു പറത്തിയ മൺപൊടി മേലും മുടിയിലും പറ്റി ചുകന്നുപോയി ശോഭിത പൂങ്കവിൾ ശ്വേത കണികയാൽ അങ്ങോട്ടു നോക്കുമ്പോൾ എന്നെ നോക്കാതുള്ള തേർത്തെളി കണ്ടു കുപിതനായി ഞാനെയ്ത അസ്ത്രപുഷ്പാഞ്ജലിയേറ്റു കവചവും പൊട്ടി ചുടുചോര വന്നുപോയി മേനിയിൽ അർജുന രക്ഷയെ ചെയ്യുന്ന കൃഷ്ണൻ തൻ ശ്രദ്ധ തിരിക്കുവാൻ ചെയ്തു വികൃതികൾ ഭക്തനാമെന്നെ അനുഗ്രഹിക്കാൻ ഹരി നോക്കിയ കണ്ണിൽ എൻ ചിത്തമുറയ്ക്കണേ. ഇങ്ങനെ നമുക്ക് പറയാൻ ധൈര്യം വരും. ഭഗവാന്റെ ശരീരത്തിലേക്ക് കൂരമ്പുകൾ ചെയ്തപ്പോൾ കവചം പൊട്ടി ആ തൊലി അങ്ങോട്ട് അത്ര കണക്കാക്കിയിട്ടാണ്. തൊലി മുറിഞ്ഞ് ചോര കവചത്തിൻ്റെ പുറത്തേക്ക് വന്നു. അപ്പോൾ ഭഗവാന് വേദനിക്കില്ലേ? അസ്ത്രപുഷ്പാഞ്ജലിയായിട്ട് ഞാൻ ചെയ്ത, എന്തിനാ ചെയ്തത്? യുദ്ധത്തിൽ അർജുനനെ മാത്രം നോക്കിയാൽ പോരാ, ഭക്തൻ ഞാനും ഉണ്ട് അവിടെ, എന്നെ നോക്കിയിട്ടില്ല. അതുകൊണ്ടാ ഭഗവാൻ ആ സമയത്ത് ഈ ചോര വയ്ക്കുമ്പോൾ വേദനിക്കില്ലേ? കാരുണ്യ നോട്ടത്തോട് കൂടിയിട്ട് ഭഗവാനെ നോക്കുക. ഭഗവാൻ ഈ ഭക്തനെ നോക്കുകയാണ്, ഭീഷ്മരെ നോക്കുക, യുദ്ധരംഗമാണ്. അവിടെ സർവ്വസൈന്യാധിപനായിട്ടാണ് നിൽക്കണതേ. അപ്പോൾ കാരുണ്യാണെന്ന്, ശത്രുപക്ഷത്താണ്. ആ നോട്ടത്തിൽ എന്നോടുള്ള കാരുണ്യം ഞാൻ കണ്ടു. അത് എന്നും എനിക്ക് ലഭിക്കണേ. എൻ്റെ ശ്രദ്ധ മുഴുവൻ ആ കണ്ണിലാവണേ. ആ കണ്ണ് എന്നും എന്നിൽ നിൽക്കണേ. അന്യനെ ദ്രോഹിച്ചിട്ട് ശരീരത്തിൽ നിന്ന് ചോര പൊട്ടിച്ചല്ലോ, എന്നിട്ടാണ് ഇത് പറയണത്. അതാണ് എന്ത് ചെയ്യുമ്പോഴും അത്രയും ഉറപ്പോട് കൂടിയിട്ട് ചെയ്യുക. നല്ലതായാലും ചീത്തയായാലും ചീത്തയിലൊരു നല്ലതുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട്, അതാണ് ആ ഭക്തൻ്റെ പാരമ്യതയാണ് ഭീഷ്മർ കാണിക്കണത്. അർജുന സംശയം തീർക്കുവാൻ ശ്രീഹരി രണ്ടു സൈന്യത്തിൻ നടുവിൽ വെച്ചോദിയ ഗീതയെ കേട്ടപ്പോൾ കർമ്മ നിരതനായി പാർത്ഥനെ മാറ്റിയ കൃഷ്ണ നമോസ്തുതേ. ശ്രീമദ് ഭഗവത്ഗീത ലോകം മുഴുവൻ ഏറ്റെടുത്തതാണ്. 3.25 നാഴിക നേരം കൊണ്ട് ഈ വേദസാരം മുഴുവൻ കർമ്മയോഗമായിക്കൊണ്ട് ഉപദേശിച്ചു. അത് മുഴുവൻ അർജുനന് സ്വീകരിക്കാൻ സാധിച്ചു. അതല്ലാച്ചാൽ കുരുക്ഷേത്ര യുദ്ധം നടക്കില്ല. ആരാ ബന്ധു, ആരാ ശത്രു, ആരെയാണ് ഉയർത്തേണ്ടത്,
ആരെയാണ് രക്ഷിക്കേണ്ടത്? എല്ലാറ്റിനും ഉത്തരവാദി ഈ ഞാൻ തന്നെയാണ്. ആരാ ഞാൻ? ജീവാത്മാവാണ്. ഇതാണ് പറഞ്ഞു കൊടുത്താൽ പിന്നെ ബന്ധുവില്ല, ശത്രുവില്ല, എല്ലാവരും സമന്മാരാണ്. ഭക്തനും ഭഗവാനും ഇല്ല. എന്നിട്ട് വേണ്ടേ? നീ വെറൊരു ചട്ടുകാണ് അർജുന എന്നാ പറഞ്ഞതേ. ഈ ദേഹം ഒരു ഉപാധി മാത്രമാണ്. ഭോഗസാധനം അത്രയേ ഉള്ളൂ. പ്രാരബ്ധം തീർക്കാനുള്ള ഒരു ഉപയുക്ത വസ്തു മാത്രമാണ്. അതുകൊണ്ട് ക്ഷാത്രധർമ്മം നീ ചെയ്തില്ലാച്ചാൽ അത് എനിക്ക് വിരോധമായിട്ടാണ് വരിക. അതുകൊണ്ട് അത് ചെയ്തോളൂ. ക്ഷാത്രധർമ്മത്തിൽപ്പെട്ടതാ യുദ്ധം. ബന്ധു എന്നുള്ളൊരു വിഷയമില്ല, ശത്രു എന്നുള്ളൊരു വിഷയമില്ല. അപ്പം അത്രയും പ്രാധാന്യത്തോട് കൂടിയിട്ട് പറഞ്ഞു കൊടുത്തില്ല ഗീത. ആ പറഞ്ഞു കൊടുത്തായിട്ടുള്ള ഗീത അതെനിക്ക് നല്ലവണ്ണം അന്ന് മനസ്സിലായി. ഇപ്പോൾ ആ കൃഷ്ണൻ, അത് ഉപദേശിച്ചായിട്ടുള്ള കൃഷ്ണനല്ലേ ഈശ്വരൻ, ഭഗവാൻ എൻ്റെ ഹൃദയത്തിൽ വിളങ്ങണേ. ആയുധമേന്തില്ല യുദ്ധത്തിലെന്നുള്ള കൃഷ്ണപ്രതിജ്ഞയെ കേൾക്കവേ ഞാനുടൻ ആയുധമേന്തിക്കും എന്ന എൻ വാക്കിനെ സത്യമാക്കി ചക്രമേറ്റി പരമ്പുമാൻ. എന്തിനാവും ഭഗവാനെ കൊണ്ട് ആയുധമെടുപ്പിക്കും എന്ന് പറഞ്ഞത്? ഭീഷ്മർക്ക് ഈ ഭഗവാൻ ആയുധം എടുത്താൽ എന്താ, ആയുധം എടുത്തില്ലെങ്കിൽ എന്താ? എന്തെങ്കിലും പ്രത്യേകമായിട്ടൊരു ഗുണം വേണ്ടേ? സകല സ്വരൂപം സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഒരു വേഷം കെട്ടിക്കഴിഞ്ഞാൽ, എന്നെക്കൊണ്ട് ഭഗവാൻ നല്ലോണം വേഷം കെട്ടിച്ചു. അധർമ്മത്തിൻ്റെ കൂടെ എന്നെ നിർത്തിയില്ലേ ഭഗവാൻ? അധർമ്മത്തിൻ്റെ കൂടെ എനിക്ക് നിൽക്കണമെന്ന് ലവലേശം ഉണ്ടായിരുന്നില്ല. വിഭീഷണൻ വരം വാങ്ങിയത് ബ്രഹ്മാവിൻ്റെ നിന്ന് അതാണത്രേ. അധർമ്മം എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് എന്നെ അകറ്റണേ എന്നാണ് പ്രാർത്ഥിച്ചത്. വരമായിട്ട് വാങ്ങിയത് അതാ വിഭീഷണൻ. അപ്പോൾ എനിക്കത് ബാധകല്ലേ? എന്നെ എന്തിനാ ഇവിടെ നിർത്തിയേ? അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് അങ്ങ് അധർമ്മം ചെയ്ത് കാണിക്കണം, അതിനെ ജനങ്ങൾ ആപദ്ധർമ്മമായിട്ട് കണ്ടോട്ടെ, അതാണ് ഉദ്ദേശം. ഭഗവാൻ ഇവിടെ ആയുധർക്കില്ല എന്നൊന്നും ആയുധർത്തു. കർണനെ വധിച്ചപ്പോൾ അത് ഒരു സൂത്ര വഴി അവിടെ ചെയ്തു. ഘടോൽക്കജനെ വധിക്കാൻ, ഈ അർജുനനെ രക്ഷിക്കാൻ ആ ആയുധം അർജുനനിൽ നിന്നും കർണനിൽ നിന്നും പറഞ്ഞയച്ചു, വിടുതലാക്കി വെച്ചാൽ ഒഴിവാക്കി. ശിഖണ്ഡിനിയെ മുൻനിർത്തിക്കൊണ്ട് ഭീഷ്മരെ വീഴ്ച്ചു. ജയദ്രഥനെ വധിക്കാൻ വേണ്ടിയിട്ട് സുദർശന ചക്രം കൊണ്ട് സൂര്യനെ മറിച്ചു, ഇരുട്ടാക്കി. സുദർശനം സദാസമയത്തും 1000 സൂര്യൻ്റെ പ്രഭയോട് കൂടിയിട്ട് വരുന്നതാണ്. സുദർശന ചക്രം കൊണ്ട് എങ്ങനെയാണ് അത് മറിക്കുക? സൂര്യനെ മറിക്കുക? വേണ്ട. ഭൂമി എങ്ങനെ ഈ പ്രകാശകനെ ഇല്ലാണ്ടേക്കുക? അതായത് ഈ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് വെളുത്തതായിട്ടുള്ള ഒരു പ്രതലം, അതിൽ ഒരു ഡോട്ട് കറുപ്പ്, ആ കറുപ്പ് ഡോട്ടിനെ നോക്കിക്കൊണ്ട് മുഴുവൻ കറുപ്പായിട്ട് തോന്നണം, വെളുത്ത പ്രതലം കാണരുത്. ധ്യാനത്തിൻ്റെ ഒരു മാക്സിമത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള സൂത്രം പ്രയോഗിച്ചിട്ടാണ് ഈ സുദർശന ചക്രം കൊണ്ട് എന്ത് ചെയ്തത്? സൂര്യൻ്റെ പ്രകാശത്തെ മറച്ചു എന്നല്ല പറഞ്ഞത്, അത് മറച്ചു പോട്ടെ. ഇവിടെ ഭൂമിയിൽ ഒന്നും കാണാലാണ്ടേ, ഇരുട്ടായി. ജയദ്രഥൻ ഓടി വന്നേ. ഇനി അർജുനൻ തീ ചാടി മരിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്ന് കൊന്നില്ല അച്ഛൻ. ഓടിയിട്ട് വന്നപ്പോൾ അർജുന അതാ വരുന്നു ജയദ്രഥൻ എന്ന് പറഞ്ഞു. അപ്പോൾ അർജുനൻ കൃഷ്ണൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി, അസ്തമിച്ചില്ല, ഇനി ഞാനെന്താ ചെയ്യുക? അപ്പോഴാണ് ഭഗവാൻ സുദർശനചക്രം പിൻവലിച്ചത്. നോക്കുമ്പോൾ സൂര്യൻ ഇനിയുണ്ട് 2 നാഴിക. പിന്നെ താമസം ഉണ്ടായില്ല, ജയദ്രഥനെ വധിച്ചു. ആപധർമ്മത്തിൽ പലതുമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഭീഷ്മർ കാണിക്കുകയാണ്. ഭീഷ്മർക്ക് ഇതാണ് ആവശ്യം. എന്താവശ്യം? ആപധർമ്മത്തിൽ സകല സ്വരൂപം സ്വീകരിച്ചാലും ഭഗവാനെ ഭഗവത്വം ഇങ്ങനെ കാണിക്കൂ, അതിന് വേണ്ടിയിട്ടാണ്. ഘോരയുദ്ധം ചെയ്യും അർജുന രക്ഷയിൽ ശ്രദ്ധിക്കും കൃഷ്ണൻ്റെ ശ്രദ്ധ മുറിച്ചു ഞാൻ. അർജുനൻ ക്ഷീണിച്ചു വന്നതു കാൺകവേ ചമ്മട്ടി വിട്ടു കടിഞ്ഞാണും വിട്ടുടൻ
കൃഷ്ണൻ സുദർശനമേന്തിയൻ മുന്നിലായി ഭൂമി കുലുക്കി അടുത്തെത്തി ക്രുദ്ധനായി സ്വന്തശപഥം ഉപേക്ഷിച്ചു ഭക്തൻ്റെ വാക്കു ഫലിപ്പിച്ച കൃഷ്ണ നമോസ്തുതേ. ദേഹകവചം തുളഞ്ഞു രക്തം കണം ഒപ്പം വിയർപ്പും ചളിയും പുരണ്ടൊരാ ശുദ്ധസത്വൻ പാർത്ഥസാരഥി കൃഷ്ണൻ്റെ രൂപം എൻ ചിത്തിയിലുറയ്ക്കണേ ശ്രീഹരേ. കോപത്തെ കാട്ടുന്ന ദേഹ ചലനവും നോട്ടത്താൽ കാരുണ്യവർഷം പൊഴിക്കലും നാട്യകലയും മറന്ന് കരുണയാൽ എത്തിയ സൂതനിൽ ചിത്തമുറയ്ക്കണേ. എല്ലാവർക്കും അവിടെ സാരൂപ്യ മുക്തി കൊടുത്ത് അനുഗ്രഹിച്ചു എന്നാണ്. അവിടെ ഇങ്ങനെ കോപം ആണോ അഭിനയിക്കേണ്ടത്? അതുപോലും ഭഗവാന് പറ്റിയില്ല. കാരുണ്യം കൊണ്ട് നേത്രങ്ങളിൽ എപ്പോഴും കാരുണ്യമാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ നടനം ഒരു പ്രത്യേക രീതിയിലാണല്ലോ. ആ നടനകലയിൽ മിടുക്കനായിട്ടുള്ള കൃഷ്ണൻ ഇതിൽ തോറ്റു എന്നാ. ആ കൃഷ്ണൻ എൻ്റെ ഹൃദയത്തിൽ വാഴണേ. അർജുന സൂതൻ്റെ സൗന്ദര്യം കാണവേ യുദ്ധത്തിൽ മുമ്പായി സൈന്യത്തിൻ ആയുവേ നോട്ടത്താൽ കട്ടേകി സാരൂപ്യമുക്തിയും കാരുണ്യമല്ലേ ഹരേ ഭക്തിയേ ഗണേ. യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആയുസ് മുഴുവൻ ഞാൻ എടുത്തു വിട്ടോ അർജുന എന്ന് ഗീത ഉപദേശിക്കുന്നതിന് മുന്നേ പറഞ്ഞിട്ട്. ഗീത ഉപദേശിക്കുമ്പോൾ ആദ്യം പറഞ്ഞു, നീ പേടിക്കണ്ട, എന്താ വെച്ചാൽ ചെയ്തോ, നിനക്ക് അതിൻ്റെ കർത്തൃത്വ ബോധമില്ല, നീയല്ല ഉത്തരവാദി, ഞാനാ ഉത്തരവാദി, പിന്നെന്താ പേടിക്കാനുള്ളത്. പിന്നെ പറയാണ്, ഗോപികൾക്കായി ഹരി പൗർണമി രാത്രിയിൽ രാസനടനത്തെ ചെയ്തു പരംപുമാൻ വാക്ക് നടത്തം ചിരി നോട്ടം നൃത്തവും സാക്ഷിയായി ചെയ്ത ഹരേ കൃഷ്ണ പാഹിമാം. സാക്ഷിയായിട്ട് മാറി നിന്നിട്ട് ഈ ഗോപികമാരെ അങ്ങ് അവർക്ക് എല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു, അങ്ങ് മാറി നിൽക്കുകയും ചെയ്തു. ഇതെന്ത് ലീലയാ? കളിപ്പിക്കുക. പിന്നെയോ, പൂതനാമോക്ഷം തൊട്ട് അസുര നിഗ്രഹം ഗോകുല രക്ഷയ്ക്കായി ചെയ്തതും കൃഷ്ണൻ തൻ ലീലയല്ലേ. ഗിരി പൊക്കലും കക്കലും വെണ്ണയും പാലും മനസ്സും കവരലും. ബാലലീല തൊട്ട് മുഴുവനെ ഒന്ന് സ്മരിച്ചേ. നല്ല ഭക്തനാണ് കൃഷ്ണനെ. എങ്ങനെ കാണുമൊന്നും വേണ്ട, അവിടെ പോയിട്ട് കാണുമൊന്നും വേണ്ട, ഇവിടെ ഇരുന്നാൽ കാണാൻ പറ്റും. മഹാഋഷിയാണ്. സ്മരണം കൊണ്ട്, ദർശനം കൊണ്ട്, സ്പർശനം കൊണ്ട്, നമസ്കാരം കൊണ്ട്, ഷെയ്ക്ക് ഹാൻഡ് കൊണ്ട്, ആലിംഗനം കൊണ്ട്, ഇങ്ങനെ പലതരത്തിലാണത്രേ അനുഗ്രഹങ്ങൾ ഭഗവാൻ ഭക്തന് കൊടുക്കുക. കാരണന്മാർ ശിഷ്യന്മാർക്ക്, ഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക് കൊടുക്കുക എന്ന കൂട്ടത്തിൽ ഇവിടെ ഒരു സമർപ്പണമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങലാണ്. അത് ഇത്ര ഉള്ളിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അവസരം കിട്ടിയപ്പോൾ അതിനെ ശരിക്കും ഉപയോഗിച്ചു. ഇതെല്ലാവരും കേൾക്കുക. കൃഷ്ണനും ഭീഷ്മർക്കും അറിയാം, പക്ഷെ ബാക്കിയുള്ളവരൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഭീഷ്മസ്തുതിയുടെ പ്രത്യേകത എന്താ? കർമ്മബന്ധം തീരും. മരിക്കാൻ കിടക്കുന്ന ഒരാൾ മരിക്കാണ്ടിരിക്കുക. ഈ ഭീഷ്മഭുക്തി വായിക്കുക സ്ഥിരമായിട്ട്. അപ്പോൾ ഇനി ഒരു 1000 ദിവസം കൂടി ഇദ്ദേഹം ഇങ്ങനെ കിടക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. ചിലപ്പോൾ 18 കൊല്ലമൊക്കെ പക്ഷാഘാതമൊക്കെ വന്നിട്ട് കിടക്കുന്നവരുണ്ട്. അത് 18 മാസമായിട്ട് ചുരുങ്ങും, 18 ആഴ്ചയായിട്ട് ചുരുങ്ങും, 18 ദിവസമായിട്ട് ചുരുങ്ങും. ഈ ഭീഷ്മമുക്തി സഹസ്രനാമം കൂടിയിട്ട് വായിച്ചാൽ. നമ്മളൊക്കെ പശുദാനം വാങ്ങാൻ പോകുമ്പോൾ ഭീഷ്മമുക്തിയും വായിച്ചു കൊടുക്കാറുണ്ട്. ഭുജംഗപ്രയാദവും സഹസ്രനാമവും ജപിച്ചുള്ള തീർത്ഥമാണ് കൊടുക്കാറ്. എന്തെങ്കിലും ഒന്ന് നേദിക്കും, ആ നേദിച്ചതിൻ്റെ പ്രസാദവും കൊടുക്കും. സാധാരണ എല്ലാവരും ഒന്നും അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ചെയ്യാറുണ്ട്. എവിടെ പോയാലും ഒരു നേദ്യവും ഈ പ്രസാദവും ഈ പറഞ്ഞ ജപങ്ങളും ചെയ്ത് ആ തീർത്ഥവും കൊടുക്കാറുണ്ട്. അതിൻ്റെ ഫലം വളരെ കൂടുതലാണ്. അതേപോലെ രാമായണത്തിലെ ജടായുസ്തുതി ഇതേപോലെയാണ്. ഇങ്ങനെ ഓരോന്നിനും അതിൻ്റേതായ തത്വങ്ങളുണ്ട്. അതിനെ നമ്മൾ പുരാണം വായിക്കുമ്പോൾ അതും കൂടി ഉൾക്കൊണ്ടിട്ട് മറ്റുള്ളവർക്ക് ഉപകാരമായിട്ട് അത് ചെയ്തു കൊടുക്കണം. അതിൻ്റെ ഫലം വേറെയാണ്. രാജസൂയത്തിൽ നിറന്ന മുനികൾ തൻ ആശിസ്സു വാങ്ങി യുധിഷ്ഠിരന്നേകിയും ലോകരെ കൊണ്ടു മുഴുവൻ നമിപ്പിച്ചു അന്ത്യത്തിൽ മുക്തി അനുഗ്രഹിച്ചേകിയും. രാജസൂയത്തിൽ വന്നുള്ള മഹാബ്രാഹ്മണരുടെയൊക്കെ അനുഗ്രഹം ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിച്ചു. ഇവരൊക്കെ അത് യുധിഷ്ഠിര രാജാവിന് കൊടുത്തു.
അത് സപ്തമസ്കന്ധത്തിൽ നാരദൻ യുധിഷ്ഠിരനോട് പറയുന്നുണ്ട്, അങ്ങേ കാണാനാണ് ഈ മഹർഷികളൊക്കെ ഇവിടെ വന്നതെന്ന് അങ്ങ് കണക്കാക്കുന്നുണ്ടോ? ഇത് കൃഷ്ണനെ കാണാൻ വേണ്ടി വന്നതാ. പക്ഷേ അങ്ങയ്ക്ക് ഭാഗ്യമുണ്ട്. ഈ മഹർഷിമാരൊന്നേ കൃഷ്ണൻ്റെ നിന്ന് വാങ്ങിയത് മുഴുവന് വീട്ടിൽ കൊണ്ടുവല്ലാണ്ടായത്, അങ്ങേക്ക് തരാണ്ടായത്. ഈ ഭഗവാൻ ഇവിടെ അഗ്രാസന പൂജ സ്വീകരിച്ച് ഇരുന്നത് അങ്ങയെ ഉയർത്തുവാൻ വേണ്ടിയിട്ടാണ്, അങ്ങയോട് വാത്സല്യമുണ്ടായതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് നാരദൻ. അവിടെ സൂചിപ്പിക്കുകയാണ്, ജന്മമില്ലെങ്കിലും ദേഹം പൂണ്ടെത്തിയ ഏകനാം അർക്കനെ വേറെയായി കണ്ടപ്പോൾ ഓരോരോ ജീവനും കണ്ടു ശ്രീകൃഷ്ണനെ പുത്രനായി, അച്ഛൻ, പതി, മിത്രം, രക്ഷകൻ, ഇങ്ങനെ എല്ലാ ഹൃദയത്തിലും വാണു. കർമാനുസാരം ലയിപ്പിച്ചു തന്നിലായി ഞാനുമർപ്പിക്കുന്നു എന്നെ ഹരേ ഇഹ സ്വീകരിക്കണമേ സ്വത്വം ലയിക്കണേ. നദി കടലിൽ ചേരുമ്പോൾ ശുദ്ധജലമായാലും കലങ്ങിയ വെള്ളമായാലും ഉപ്പുവെള്ളമായാലും അതൊന്നും അവിടെ അറിയണില്ല. കടലിൻ്റെ ഉള്ളിലേക്കാണ് കയറി ചെന്നാൽ പിന്നെ കലങ്ങിയ വെള്ളമാണോ ശുദ്ധജലമാണോ അതിൽ ഇല ചീഞ്ഞുള്ള എന്തെങ്കിലും ഉണ്ടോ ശവങ്ങളുണ്ടോ ഇതൊന്നും വിഷയമല്ല. സമുദ്രം അതിനെ ഈ നദിയുടെ സ്വത്വം പോലും മറപ്പിക്കും, അറിയിക്കില്ല. ഗംഗയാണോ ഭാരതപ്പുഴയാണോ അതൊന്നും സമുദ്രത്തിന് പിന്നെ വിഷയമല്ല, ആ ജലം പിന്നെ കണ്ടുകിട്ടില്ല. ഇനി ഇതിൽ വരുന്നതായിട്ടുള്ള നല്ലതും ചീത്തയൊക്കെ എന്ത് ചെയ്യും? സമുദ്രൻ അതിൻ്റെ ഉള്ളിൽ ശുദ്ധീകരിക്കും. വായുവിലേക്ക് ആഗിരണം ചെയ്യപ്പെട്ടുകൊണ്ട് ഈ ജലം മുകളിലേക്ക് പോകുമ്പോൾ കാർമേഘമായിട്ടിരുന്നുകൊണ്ട് അത് ഘനീഭവിക്കുമ്പോൾ ഇതിൽ നിന്ന് ശുദ്ധജലം മാത്രമേ പുറത്തേക്ക് വരൂ. ആ രീതിയിലൊരു ശുദ്ധി പ്രക്രിയ വായുമണ്ഡലത്തിനും അതേപോലെ സൂര്യൻ്റെ കിരണങ്ങളെ കൊണ്ട് നടക്കണം. അതേപോലെ ഭഗവാൻ ഇതിൽ ഒന്നും ബാക്കി വയ്ക്കരുത്. ഭീഷ്മർ എന്നുള്ള ഒരാൾ ഇനി ഇല്ല, അങ്ങനെ എന്നെ ലയിപ്പിക്കണേ, ഇനി ഒരു ജന്മം വേണ്ട. ഇങ്ങനെ കൃഷ്ണനെ ഉള്ളിലും മുന്നിലും കണ്ടു വസുക്കളിൽ മുഖ്യനാം ഭീഷ്മരും 1000 നാമം ജപിച്ചേകി തന്നെയും ലീലകളോർത്തു സമർപ്പിച്ചു ഭാഗ്യവാൻ. തത്വം 24 ലയിപ്പിച്ചു ഭീഷ്മർ അതാതിൻ്റെ മൂലത്തിൽ വേണ്ട പോൽ സർവരും കണ്ടു ശ്രീകൃഷ്ണനിൽ ഗാംഗേയ ജീവൻ ലയിച്ചത് ഭക്തരായി വിസ്മിതർ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. അവിടെ പ്രത്യക്ഷ മുക്തിയാണ് ആ ഭീഷ്മർക്ക് ഭഗവാൻ കൊടുത്തത്. പുഷ്പവൃഷ്ടി സുരർ വാദ്യഘോഷങ്ങളും അപ്സരസ് നൃത്തവും നാമജയാരവം വേദസ്തുതികൾ നമസ്കാരവും ചെയ്തു സർവരും കൃഷ്ണനെ ഹൃത്തിലേറ്റി സ്ഥിരം. പിന്നീടു ദേഹം ദഹിപ്പിച്ചു പാണ്ഡവർ ചെന്നു ഉടൻ ഹസ്തിനാപുരം തന്നിലായി. ആശ്വാസം പൂണ്ടു അനിവാര്യ മൃത്യുവിൽ ധർമ്മിഷ്ഠനായി ഭരിച്ചു യുധിഷ്ഠിരൻ. ഭീഷ്മമുക്തിപ്രദൻ എന്നു വാഴ്ത്തി ജനം ശ്രീകൃഷ്ണ ഭക്തരായി ധാർമ്മിക നിഷ്ഠരായി. പാണ്ഡവ കീർത്തിയും ഗാംഗേയ കീർത്തിയും ശ്രീകൃഷ്ണനൊപ്പം പരത്തി സദ്ഭക്തരാൽ. ഇപ്പോൾ പാണ്ഡവരും കൃഷ്ണനും ഭീഷ്മരും ഒരേപോലെ എല്ലാവരും എന്നും ഹൃദയത്തിൽ ഏറ്റി നടക്കുന്നു. എല്ലാവർക്കും ഒന്നും തരായിട്ടില്ല. 12 പേരിൽ ഒരാളാണ് ഭീഷ്മർ എന്ന് യമധർമ്മരാജാവ് പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് ഉയർന്നു ഭീഷ്മർ. അങ്ങനെയുള്ള ഭീഷ്മമുക്തി ആരാണോ ശ്രവിക്കുന്നത് അവർക്ക് കർമ്മപ്രാരബ്ധം തീർത്തുകൊണ്ട് വേഗത്തിൽ മുക്തിയെ ലഭിക്കുന്നു എന്നാണ്. എല്ലാവർക്കും ഇതേപോലെ ഈ ന്യൂനങ്ങൾ എന്തൊക്കെയാണോ ഉള്ളത് അത് മുഴുവൻ തീർത്തുകൊണ്ട് ഭഗവാനിൽ സ്ഥായിയായിട്ടുള്ള ഭക്തിഭാവത്തെ എന്നും നിലനിർത്താൻ ഒരു സ്ഥിരം കമ്മ്യൂണിക്കേഷൻ ഭഗവാനോട് ചോദിച്ചിട്ട് ചെയ്യാവുന്ന രീതിയിൽ മനസ്സിനെ കുറച്ച് ആർദ്രമാക്കുക, ഭഗവാങ്കൽ മനസ്സ് എപ്പോഴും വയ്ക്കുക, ഒരു കീഴ്പ്പെട്ട ഭാവം അങ്ങനെ ജീവിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ. ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം പ്രഥമസ്കന്ധം അധ്യായം 9 സമാപ്തം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. വാക്കുകൾ ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഇനി ഭഗവാന്റെ ദ്വാരകായാത്രയാണ് 2 അധ്യായങ്ങളെ കൊണ്ട് പറയുന്നത്. അത് നമുക്ക് നാളെ ശ്രവിക്കാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. നാരായണ